അങ്ങനെ ഒരു ഡോക്യുമെന്റിൽ ഒപ്പിട്ട് കൊടുത്തോടെ എന്റെ മനസ്സിലെ പാതി ഭാരം കൂടി ഇറങ്ങി. അങ്ങനെ കരുതിയാൽ മതി. ഞാനത് കളഞ്ഞു. അത് നിന്റെ അടുത്തോട് പറഞ്ഞ് നിന്നെ ടെൻഷനാക്കണ്ടെന്ന് കരുതി. അത്രേ ഉള്ളൂ. പ്ലീസ് നിധി, അത് കളഞ്ഞേക്ക്. വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. എനിക്ക് വിശക്കുന്നു. ഗൗതം ഈ കാണിച്ചത് മോശമായിപ്പോയി. ശിവാനി എന്തോ ചതി ഒരുക്കുകയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഗൗതമിനില്ലാതെ പോയോ? ഗൗതം ഒപ്പിട്ട് കൊടുത്ത ആ ഡോക്യുമെന്റുകൾ ഗൗതം അയക്കുന്നതായിട്ട് അമ്മയുടെ പേരിൽ അയച്ചു എന്ന് പറയുമ്പോ തന്നെ അതൊരു പ്ലാനിംഗ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ, എന്ത് പ്ലാനിംഗ് ആയിക്കോട്ടെ, അതിന് നമുക്കെന്താ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതൊക്കെ. ആവശ്യമില്ലാത്തതോ? എന്തുകൊണ്ട് ആവശ്യമില്ല? ഞാനുണ്ടായിരുന്നെങ്കിൽ ഇത് ഒപ്പിട്ട് കൊടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. എന്തിനു സമ്മതിക്കാതിരിക്കണം? അതൊന്നും വേണ്ടെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചല്ലേ. പിന്നെ അത് ആര് കൊണ്ടുപോയാൽ നമുക്കെന്താ? വെറുതെ ഓരോന്ന് പറയല്ലേ എന്റെ ഗൗതം. നിനക്കിപ്പോ എന്താ പ്രശ്നം? എന്തിനാ സ്വത്തിന്റെയും പണത്തിന്റെയും കാര്യം നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നിനക്കെന്താ ആ സമ്പത്തൊക്കെ വേണമെന്നുണ്ടോ? ഈശ്വരമംഗലത്തെ പണം കൊണ്ട് സുഭിക്ഷമായിട്ട് ജീവിക്കണമെന്നാണോ നിന്റെ ആഗ്രഹം? എന്താ അവിടെ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആർഭാടങ്ങളൊന്നും മറക്കാൻ കഴിയുന്നില്ലേ നിനക്ക്? എന്ത് വർത്തമാനാ ഗൗതം ഈ പറയുന്നത്? ഞാൻ പണവും സമ്പത്തും ആർഭാടവും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നീ ഒപ്പിട്ട് കൊടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. മതി, സന്തോഷമായി. ഒന്നും കേൾക്കണ്ട എനിക്ക്. എന്തായാലും അത്രയ്ക്കൊക്കെ ചീപ്പായി ഞാൻ ചിന്തിക്കുന്നു ഗൗതം പറഞ്ഞല്ലോ. സന്തോഷമായി. ആ ശിവാനി വന്ന് ഗൗതമിനെ പറ്റിച്ചിട്ട് പോയല്ലോ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അതിനെ പണത്തിനോടും സ്വത്തിനോടും ഒക്കെ ആർത്തിയുള്ളവളാണ് ഞാനെന്ന് പറഞ്ഞല്ലോ. അത് വിട്. ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയി. അത് വേറൊന്നും ഉദ്ദേശിച്ചല്ല. നീ ഭക്ഷണം കഴിക്കുന്ന നിധി. വേണ്ട, തൃപ്തിയായി എനിക്ക്. ഇനി ഭക്ഷണം ഇറങ്ങില്ല, മതിയായി. എന്നാ പിന്നെ എനിക്ക് വേണ്ട.